الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وأن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون صدق الله مولانا العلي العظيم أيها الناس أوصيكم وإياي أولا بتقوى الله ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സത്യവിശ്വാസികൾ എന്നും വിജയികൾ തന്നെയാണ്. ആ വിജയികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായി മരിക്കുവാൻ എൻ്റെ സ്വന്തത്തോടും എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോടും ആവശ്യപ്പെടുകയാണ്. മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ് വിജയം. ആ വിജയത്തെ സംബന്ധിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആനിൽ. അല്ലാഹുവിൻ്റെ അലംഘനീയമായ വാഗ്ദാനമാണ്, സത്യവിശ്വാസികളെ നിങ്ങൾ വിജയികൾ തന്നെയാണ്. അല്ലാഹു തീർച്ചപ്പെടുത്തിക്കൊണ്ടാണ് അക്കാര്യം പരിശുദ്ധ ഖുർആനിൽ ആണയിട്ടുകൊണ്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. അതിൽ സംശയമില്ല, സന്ദേഹലേശമന്യാണ്, അർത്ഥശങ്കക്കടമില്ലാത്ത വിധമാണ് പടച്ച തമ്പുരാൻ അത് പ്രഖ്യാപിക്കുന്നത്. അതിൻ്റെ വാക്പ്രയോഗങ്ങൾ അങ്ങനെയാണ് അറബി ഭാഷയിൽ. അത് തീർച്ചയായും അഫ്ലഹ, വിജയിച്ചിരിക്കുന്നു. വിജയിക്കുമെന്നല്ല, യുഫ്ലിഹു എന്നല്ല, അഫ്ലഹ പാസ്റ്റ് ടെൻസാണ്, മാദിയാണ് പ്രയോഗം. വിജയിച്ചിരിക്കുന്നു അൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ. സത്യവിശ്വാസികൾ വിജയികളാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ദുനിയാവിലും ആഖിറത്തിലും അവർ വിജയികൾ തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ആത്യന്തികമായ വിജയം അത് പരലോകമാണ്. ഇഹലോകത്തിന് നമ്മൾ ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും കൽപ്പിക്കുന്നില്ല. അങ്ങനെയാണല്ലോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. ആഖിറത്തിലെ അനശ്വരമായ അനന്തമായ ജീവിതത്തെ താരതമ്യം ചെയ്യുമ്പോൾ ദുനിയാവിലെ ജീവിതം ക്ഷണികമാണ്, നൈമഷികമാണ്. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസിയുടെ ലക്ഷ്യവും അവൻ അകക്കണ്ണ് തുറന്നു വെച്ചിരിക്കുന്നതും ആഖിറത്തിലേക്ക് മാത്രമാണ്. ദുനിയാവിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം അവൻ അവഗണിക്കുന്നത് ആഖിറത്തിലെ സൗഭാഗ്യങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. അപ്പോൾ വിജയത്തിലെ ആത്യന്തികമായ ലക്ഷ്യം ആഖിറം തന്നെയാണ്. എന്നാൽ ആ വിജയികളിൽ നമുക്ക് ഉൾപ്പെടണം, ആ മുഅ്മിനീങ്ങളിൽ നമുക്ക് ഉൾപ്പെടണം. നാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ വ്യക്തികളും ഉൾപ്പെടണം. പ്രാദേശികമായി നമ്മുടെ വാണിയക്കാട് മഹല്ലിലെ 400-400 വരുന്ന വീടുകൾ അതിൽ ഉൾപ്പെടണം. ഈ മഹല്ലിലെ മുസ്ലിമീങ്ങൾ മുഴുവനും വിജയികളായ സത്യവിശ്വാസികളാകണം. ആ വിശ്വാസത്തെ അടയാളപ്പെടുത്തുന്ന ചില ഗുണങ്ങളാണ് സൂറത്തുൽ മുഅ്മിനൂൻ
സൂറത്തുൽ മുഅ്മിനൂൻ 23-ാമത്തെ അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികളെ സംബന്ധിച്ച് പറയുന്ന സൂറ. ആ സൂറത്തിന്റെ ആദ്യത്തെ ആയത്ത് തന്നെ പറയുന്നത് സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് ആ മുഅ്മിനീങ്ങളുടെ 7 ഗുണങ്ങൾ എണ്ണി പറയുന്നുണ്ട് തുടർച്ചയായി പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. ആ അടയാളങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ആ അടയാളങ്ങൾ ഉള്ളവരായിരിക്കണം നമ്മൾ വൈയക്തികമായി ഓരോരുത്തരും, നമ്മുടെ മഹല്ലിലെ മുഴുവൻ ആളുകളും, മുഴുവൻ കുടുംബങ്ങളും ഈ ഗുണവിശേഷണങ്ങൾ ഉൾക്കൊണ്ടവരാണ് എങ്കിൽ തീർച്ചയായും ദുനിയാവിൽ അള്ളാഹുവിന്റെ ഐശ്വര്യവും അനുഗ്രഹവും ഈ നാട്ടിൽ പെയ്തിറങ്ങുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഊന്നിയ അർത്ഥശങ്കക്കടമില്ലാത്ത വിധം നമുക്ക് പറയാൻ പറ്റും. ഈ ഗുണങ്ങൾ നമ്മളിലുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ അപാരമായ റഹ്മത്തിന്റെ നിഅമത്തിന്റെ അഭിവർഷണം തീർച്ചയായും ഒരു നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാകുക തന്നെ ചെയ്യുന്നതാണ്. അതോടൊപ്പം നമ്മൾ ആത്യന്തികമായി ലക്ഷ്യം വെക്കുന്ന നാളെ പരലോകത്തെ അനുഗ്രഹീതമായ സുഖലോലുപതയുടെ പറുദീസയായ ഫിർദൗസാണ് അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കാൻ പ്രിയപ്പെട്ട സഹോദരൻ. ഏതാണ് 7 ഗുണങ്ങൾ? ഒന്ന്, അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അവർ നമസ്കാരത്തിൽ ഭയഭക്തി പ്രകടിപ്പിക്കുന്നവരായിരിക്കും, ഭയഭക്തിയുള്ളവരായിരിക്കും, നിസ്കാരത്തിൽ ഖുശൂഉള്ളവരായിരിക്കും, നമസ്കാരത്തിന്റെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് നമസ്കരിക്കുന്നവരായിരിക്കും. ഒന്നാമത്തെ ഗുണം അതാണ്. രണ്ടാമത് പറഞ്ഞത് വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. അവർ അനാവശ്യങ്ങളിൽ നിന്നും അനാവശ്യ വാക്കുകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും എല്ലാം അകന്നു നിൽക്കുന്നവരായിരിക്കും. 2. മൂന്നാമതായിട്ട് പറഞ്ഞത് വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ. അവർ സകാത്ത് നൽകുന്നവരായിരിക്കും, സാമ്പത്തികമായ തങ്ങളുടെ ബാധ്യത അവർ നിർവഹിക്കുന്നവരായിരിക്കും. 4. പറഞ്ഞത് വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിദൂൻ. അവർ ലൈംഗികമായ വിശുദ്ധി പുലർത്തുന്നവരായിരിക്കും. കുത്തഴിഞ്ഞ ലൈംഗികതയുടെ സംസ്കാരം അവർക്കുണ്ടാകുകയില്ല. ജീവിതത്തിൽ ലൈംഗിക വിശുദ്ധി അവർ പുലർത്തുന്നവരായിരിക്കും. 5ഉം 6ഉം പറഞ്ഞത് വല്ലദീന ഹും ലിഅമാനാതിഹിം വഅഹദിഹിം റാഊൻ. അവർ കരാറുകൾ വീട്ടുന്നവരും വാക്കുകൾ പാലിക്കുന്നവരുമായിരിക്കും. അത് സത്യസന്ധതയുമായും വിശ്വസ്തതയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കരാർ പാലിക്കുന്നവരായിരിക്കും, വാഗ്ദാനം നിർവഹിക്കുന്നവരായിരിക്കും അവർ. 7ാമതായിട്ട് വീണ്ടും പറഞ്ഞത് വല്ലദീന ഹും അലാ സ്വലവാതിഹിം യുഹാഫിദൂൻ. അവർ നമസ്കാരത്തിൽ കൃത്യനിഷ്ഠ പാലിക്കുന്നവരായിരിക്കും. സമയബന്ധിതമായി മുടങ്ങാതെ വീഴ്ച വരുത്താതെ നമസ്കാരത്തിൽ സൂക്ഷ്മത പാലിക്കുന്നവരായിരിക്കും അവർ എന്നതാണ് 7ാമത്തെ ഗുണം ആയിട്ട് പറഞ്ഞത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ 7 ഗുണങ്ങളുമുള്ളവർ വിജയികൾ തന്നെയാണ്. 7 ഗുണങ്ങളുള്ളവർ വിജയികൾ തന്നെയാണ്. ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം മനസ്സിലാക്കുന്നതിന് വേണ്ടി സ്വഹാബത്ത് വന്നു ആയിഷ ബീവിയോട് ചോദിക്കുകയാണ്, എന്താണ് നബിയുടെ സ്വഭാവം? ആയിഷ ബീവി പറഞ്ഞു കൊടുക്കുന്നത് കാന ഖുലുഖുഹു അൽ ഖുർആൻ. നബിയുടെ സ്വഭാവം പരിശുദ്ധമായ വിശുദ്ധമായ ഖുർആൻ തന്നെയാണ്. എന്നിട്ട് അവിടുന്ന് പാരായണം ചെയ്തത് ഈ സൂറത്താണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ മുതൽ വല്ലദീന ഹും അലാ സ്വലവാതിഹിം യുഹാഫിദൂൻ വരെയുള്ള 7 സൂക്തങ്ങൾ ഓതി കേൾപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ ആ സ്വഭാവത്തിന്റെ, സത്യവിശ്വാസിയുടെ സ്വഭാവത്തിന്റെ ആകത്തുക ഇതായിരിക്കുമെന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, അതിലൊന്നാമത്തെ ഗുണവും അവസാനമായി പറഞ്ഞതും നമസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ ഓർക്കണം, വളരെ ഗൗരവത്തോടു കൂടി ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഒന്നാമതായിട്ട് പറഞ്ഞത് വല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നമസ്കാരത്തിൽ അവർ ഭയഭക്തി പ്രകടിപ്പിക്കുന്നവരായിരിക്കും. അവസാനമായി 7ാമതായിട്ട് പറഞ്ഞത് വല്ലദീന ഹും അലാ സ്വലവാതിഹിം യുഹാഫിദൂൻ. അവർ നമസ്കാരത്തിൽ കൃത്യനിഷ്ഠ പാലിക്കുന്നവരായിരിക്കും. നമസ്കാരത്തിന്റെ അകവും പുറവും അവരുടേത് മനോഹരമായിരിക്കും. ഒന്ന്, ഖുശൂഉള്ള നമസ്കാരം അഥവാ ആത്മാവുള്ള നമസ്കാരം. കടമ നിർവഹിക്കാൻ വേണ്ടിയല്ല, ബാഹ്യമായ ചേഷ്ടകൾ മാത്രമല്ല, ആത്മാവുള്ള നമസ്കാരം.
ഖുശൂഇല്ലാത്ത നമസ്കാരം ആത്മാവില്ലാത്ത ജഡം പോലെയാണ് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. റൂഹില്ലാത്ത വെറും ചലനമാണ് ഖുശൂ, ഭയഭക്തിയില്ലാത്ത നമസ്കാരം. ഭയഭക്തി എന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കുന്നത് എന്റെ സർവശക്തനായ ജഗന്നിയന്താവായ സൃഷ്ടാവായ എന്നെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ആ റബ്ബ് എന്റെ യജമാനനാണ്, അവൻ ഉടമസ്ഥനാണ്, ഞാൻ അവന്റെ അടിമയാണ്. സകലമാന വിധേയത്വത്തോടും കൂടിയാണ് എന്റെ റുകൂഉം എന്റെ സുജൂദും. ആ റബ്ബിന്റെ മുന്നിൽ ഞാൻ പ്രണമിക്കുകയാണ്. എന്റെ 8 അവയവങ്ങൾ ഭൂമിയിൽ വെച്ചുകൊണ്ട് സാഷ്ടാംഗം നമിച്ചുകൊണ്ട് റബ്ബിന്റെ മുന്നിൽ എന്റെ വിധേയത്വവും പൂർണ്ണമായ അടിമത്വവും ഞാൻ പ്രഖ്യാപിച്ചുകൊണ്ട് പറയുകയാണ്, സുബ്ഹാന റബ്ബിയൽ ആലാ വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ ആലാ വബിഹംദിഹി. അവന്റെ ലോകത്തിന്റെ രക്ഷിതാവാണ്, ഏറ്റവും ഉന്നതനാണ്. അവന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ്, അവനെ ഞാൻ പ്രകീർത്തിക്കുകയാണ്. സഹോദരങ്ങളെ, അത് നമസ്കാരത്തിന്റെ അകക്കാമ്പാണ്, അത് കടമ്പുള്ള നമസ്കാരമാണ്. ആ നമസ്കാരത്തിൽ അവന്റെ കണ്ണിലൂടെ, അവന്റെ കവിൾത്തടത്തിലൂടെ കണ്ണുനീര് ധാരധാരയായിട്ട് ഒഴുകും. ആ നമസ്കാരത്തിൽ അവന്റെ ഹൃദയം തുടിക്കും. ആ നമസ്കാരത്തിൽ ഖിറാഅത്തിന്റെ പാരായണം കേൾക്കുമ്പോൾ അവന്റെ ഹൃദയം വിജൃംഭിതമാകും. അതിലൂടെ അവൻ അല്ലാഹുവിലേക്ക് അടുക്കും. ഉടമസ്ഥനായ റബ്ബിന്റെ മഹത്വം അവൻ മനസ്സിലാക്കും. അടിമത്തത്തിന്റെ താഴെ തട്ടിൽ കിടന്നുകൊണ്ടാണ് അവൻ അല്ലാഹുവിനെ വിളിക്കുന്നത്. ആ വിളിക്ക് സർവജ്ഞനായ സർവാധിനായകനായ പടച്ച തമ്പുരാൻ ആ വിളിക്ക് ഉത്തരം നൽകും. അവനും റബ്ബും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിന്റെ ഇഴയടുപ്പമാണ് സുജൂദിലൂടെ, നമസ്കാരത്തിലൂടെ അവിടെ സാധ്യമാക്കിയെടുക്കുന്നത്. അതാണ് ഖുശൂ, ഭയഭക്തിയുള്ള നമസ്കാരം. മറ്റൊന്ന് കൃത്യനിഷ്ഠതയുള്ള നമസ്കാരം എന്നുള്ളതാണ്. നമസ്കാരത്തിൽ കൃത്യനിഷ്ഠ പാലിക്കണം സഹോദരങ്ങളെ. അതാണ് മുഅ്മിനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളം. കൃത്യനിഷ്ഠ എന്ന് പറഞ്ഞാൽ ഇന്ന സ്വലാത്ത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, സത്യവിശ്വാസിയുടെ മേൽ സമയബന്ധിതമായി നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളതാണ് നമസ്കാരം എന്നുള്ളത്. അത് സമയബന്ധിതമാണ്, കൃത്യനിഷ്ഠയോടുകൂടി നിർവഹിക്കേണ്ടതാണ്. സമയം തെറ്റിയാൽ പിന്നെ നമസ്കാരമില്ല. ആ സമയം തെറ്റിക്കുവാൻ ഒരു നിലക്കുമുള്ള ഇളവുമില്ല. യാത്രയിലും മാരകമായ രോഗം കൊണ്ടുള്ള ബുദ്ധിമുട്ടിലുമുള്ള ജംഉ ഖസ്റല്ലാതെ മറ്റൊരു ഇളവും അവന് നൽകിയിട്ടില്ല. ഏതവസ്ഥയിൽ ബോധമുണ്ടോ, ജീവന്റെ തുടിപ്പുണ്ടോ, കൊക്കിൽ ശ്വാസം അവശേഷിക്കുന്നുണ്ടോ എങ്കിൽ അവന്റെ റബ്ബിനെ അവൻ സ്മരിച്ചുകൊണ്ടിരിക്കണം. എന്നെ സ്മരിക്കാൻ, എന്നെ ഓർക്കാൻ നിങ്ങൾ നമസ്കാരം നിലനിർത്തുക തന്നെ വേണം. ളുഹറിന്റെ സമയം മുതൽ അസ്റിന്റെ സമയം വരെ നിങ്ങൾ യാത്രയിലോ മറ്റുള്ള ബുദ്ധിമുട്ടുകളിലോ അല്ല എങ്കിൽ അവൻ ആ നമസ്കാരം അവിടെ നിർവഹിച്ചിരിക്കണം. നിൽക്കാൻ കഴിയുന്നില്ലേ, ഇരുന്നോണ്ട് നിസ്കരിച്ചോളണം. ഇരിക്കാനും കഴിയുന്നില്ലേ, കിടന്നുകൊണ്ട് നമസ്കരിച്ചു കൊള്ളണം. അതിലും സാധ്യമല്ല, അംഗങ്ങൾ ചലിപ്പിക്കാൻ കഴിയാത്ത രോഗബാധിതനായി ശരീരത്തിലെ റൂഹിന്റെ അംശം മാത്രമാണുള്ളത് എങ്കിലും സുഹൃത്തേ, നിനക്ക് നമസ്കാരത്തിൽ ഇളവ് തന്നിട്ടില്ല. നിന്റെ മനസ്സുകൊണ്ട് നീ റബ്ബിനെ ഓർത്തുകൊണ്ട് നമസ്കരിക്കണം, ഹൃദയം കൊണ്ട് നീ ഓർക്കണം. യുദ്ധവേളയിൽ നമസ്കാരത്തിന് ഇളവ് തന്നിട്ടില്ല, രൂപങ്ങളിൽ മാറ്റം വരുത്തിയിട്ടേ ഉള്ളൂ. നിന്റെ പിന്നാലെ ഖൗഫിന്റെ നമസ്കാരം, ഒരാൾ ശത്രു നിന്നെ പിടിക്കാൻ വേണ്ടി ഓടി വരികയാണ്, നിന്റെ കടുത്തെറുക്കാൻ വേണ്ടി ഓടി വരികയാണ്. ജീവരക്ഷാർത്ഥം പ്രതിരോധിക്കാൻ കഴിയാതെ നീ ഓടിപ്പോവുകയാണെങ്കിൽ പോലും നമസ്കാരത്തിന് ഇളവ് വന്നിട്ടില്ല. അവിടെ റുക്കൂ ചെയ്യാൻ, സുജൂദ് ചെയ്യാൻ നിനക്ക് കഴിയുകയില്ല എങ്കിലും സമയമായിട്ടുണ്ടോ, റബ്ബിന്റെ മുന്നിൽ നമസ്കരിക്കണം എന്ന് പഠിപ്പിച്ചത് സൃഷ്ടാവായ തമ്പുരാൻ തന്നെയാണ്. അതുകൊണ്ട് സുഹൃത്തെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നമസ്കാരത്തിൽ നമുക്ക് അല്ലാഹു ഇളവ് നൽകിയിട്ടില്ല. ആ നമസ്കാരമാണ് നമ്മുടെ ഖുർറത്തു അയ്ൻ, കണ്ണിന്റെ കുളിർമ. കണ്ണിന്റെ കുളിർമയാണ് നമസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എനിക്ക് കണ്ണിന് കുളിർമ ലഭിക്കുന്നത് നമസ്കാരത്തിലൂടെയാണ്. ഒരു നിലക്കും നമസ്കാരത്തിലെ അളവ് തന്നിട്ടില്ലല്ലോ സഹോദരങ്ങളെ. പിന്നെ എങ്ങനെയാണ് സുബഹിക്ക് നമുക്ക് കടന്നുറങ്ങാൻ കഴിയുക? പിന്നെ എങ്ങനെയാണ് ജോലി തിരക്ക് പറഞ്ഞിട്ട് നമുക്ക് നമസ്കാരത്തെ പിന്തിക്കാൻ കഴിയുക? ഒരിക്കലും അരുത് സഹോദരങ്ങളെ. സത്യവിശ്വാസിയാകണമെങ്കിൽ, വിജയിയാകണമെങ്കിൽ നമസ്കാരത്തിലുണ്ടാകുന്ന കണിശതയുണ്ടല്ലോ, ആ കാർക്കശ്യം ഒരു നിലക്കും വിട്ടുവീഴ്ച ചെയ്യരുത്. വൈയക്തികമായിട്ടല്ല, സാമൂഹികമായിട്ടുള്ള അള്ളാഹിന്റെ സഹായം നമുക്ക് ഇറങ്ങി വരണ്ടേ, അള്ളാഹുവിന്റെ അനുഗ്രഹം നമുക്ക് കിട്ടണ്ടേ, റഹ്മത്ത് നമുക്ക് കിട്ടണ്ടേ, ഒരു നാടിനെ റബ്ബ് ഇഷ്ടപ്പെടണ്ടേ എങ്കിൽ നിങ്ങൾ നമസ്കാരക്കാരാവുക. നമസ്കാരക്കാരല്ലേ നാളെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന സന്ദർഭത്തിൽ
വമാ സലകകും ഫി സഖർ, എന്തുകൊണ്ടാണ് നിങ്ങൾ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ കിടന്നുകൊണ്ട് കത്തിക്കാളുന്ന അഗ്നിയിൽ തീക്കുണ്ടാരത്തിൽ കിടന്നുകൊണ്ട് വലം നകു മിനൽ മുസല്ലീൻ, ഞാൻ നിസ്കരിക്കുന്നവരിൽ പെട്ടില്ല എന്ന് പറയുന്ന ഗതികേട് നമുക്കുണ്ടാവരുത്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇസ്ലാമിനും കുഫറിനും ഇടയിൽ വേർതിരിക്കുന്ന ഒരേ ഒരു ഇബാദത്ത് നമസ്കാരമാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, നമസ്കാരമില്ലേ അവൻ കുഫറിലേക്കാണ്, നമസ്കാരമുണ്ടോ മുഅ്മിനാണ്. 5 നേരം പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വരുന്നവനെ നീ കണ്ടാൽ തീർച്ചയായും അവൻ മുഅ്മിനാണ് എന്ന് നീ അടയാളപ്പെടുത്തിക്കൊള്ളുക, സ്ഥിരീകരിച്ചു കൊള്ളുക എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ ഫർദ് നമസ്കാരം എന്നുള്ളത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഒരു നിലക്കും ഇളവില്ല, ഒരു നിലക്കും ഇളവില്ല. മറ്റുള്ള ഇബാദത്തുകളിൽ മുഴുവൻ ഇളവുണ്ട്. നോമ്പിന് ഇളവുണ്ട്, ഹജ്ജിന് ഇളവുണ്ട്, സകാത്തിന് ഇളവുണ്ട്. അതൊക്കെ നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ്. നമസ്കാരമോ ഒരു നിബന്ധനയില്ല. നിസ്കരിച്ചോളണം. ബുദ്ധിയുണ്ടോ, വകതിരിവുണ്ടോ, ഓർമ്മയുണ്ടോ, ബോധമുണ്ടോ, നിസ്കരിച്ചോളണം. നീ മരണശയ്യയിൽ കിടക്കാണോ, നിസ്കരിച്ചോളണം. നീ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണോ, നിസ്കരിച്ചോളണം. ജോലി സ്ഥലത്താണോ, നിസ്കരിച്ചോളണം. അവിടെ ഞൊണ്ടി ന്യായങ്ങൾ പറയരുത്. എൻ്റെ ഡ്രസ്സിൽ ചളിയാണ്, എനിക്ക് സമയമല്ല, അവിടെ ഗ്രീസാണ്, ഞാൻ തേപ്പിന്റെ പണിയാണ്, ഒന്നും പറഞ്ഞാൽ പടച്ചവൻ്റെ അടുത്ത് രക്ഷപ്പെടാൻ കഴിയില്ല. ഒന്നും പറഞ്ഞാൽ പടച്ചവൻ്റെ അടുത്ത് രക്ഷപ്പെടാൻ കഴിയില്ല. അവിടെ മുസല്ല, ഭൂമി മുഴുവനും നിനക്ക് മസ്ജിദാണ്, നിനക്ക് പള്ളിയിൽ പോകാൻ കഴിയുന്നില്ലേ? സുഹൃത്തെ, സഹോദര, അവിടെ നിസ്കരിക്ക്, വിരിപ്പിട്ടിട്ട് നിസ്കരിക്ക്. തിബിലയിലേക്ക് മുന്നിട്ടാൽ മതി. അവിടത്ത് മറക്കാൻ മുട്ടിന്റെയും പൊക്കിളിന്റെയും ഇടയിലുള്ള ഭാഗം മറച്ചാൽ മതി. നജിസില്ല എന്ന് ശരീരത്തിൽ ഉറപ്പുവരുത്തിയാൽ മതി. ഇനി മണ്ണിലാണോ, അവിടെ നീ നോക്കുകയാണ്, അവിടെ നായ അങ്ങോട്ട് ഓടിയിട്ടുണ്ടാവോ, പട്ടി ഇങ്ങോട്ട്. നമുക്ക് അങ്ങനെയാണല്ലോ, നിസ്കരിക്കേണ്ട സമയം വരുമ്പോഴാണ് നജിസിന്റെ കാര്യമൊക്കെ ഓർമ്മ വരിക. നീ അതൊന്നും നോക്കണ്ട, നിന്നോടതൊന്നും പറഞ്ഞിട്ടില്ല. നീ അവിടെ ഭൂമിയിൽ ആ മണ്ണിൽ നായ മൂത്രം ഒഴിക്കുന്ന നീ കണ്ടിട്ടുണ്ടോ എങ്കിൽ നീ നിസ്കരിക്കണ്ട. നേരെ കണ്ണുകൊണ്ട് കണ്ടു, അവിടെ ശുദ്ധിയാക്കിയിട്ടില്ല, മഴൊന്നും പെയ്തിട്ടില്ല എന്നാ നീ അവിടെ നിസ്കരിക്കണ്ട. അല്ല, അതിലെ ഓടട്ടെ, പോവട്ടെ, അവിടെ കിടക്കട്ടെ. നീ ഏത് ഭൂമിയിലാണോ നിസ്കരിച്ചോളണം, നീ ഏത് വാഹനത്തിലാണോ നിസ്കരിച്ചോളണം. നിസ്കാരത്തിന് ഒരു അളവില്ല. ഇനി അതിൽ നോ അതർ ക്വസ്റ്റ്യൻ. ഇനി അളവിന് വേണ്ടി ആരും ചോദിച്ചു വരും. ഒരു പണ്ഡിതന്റെ അടുത്ത് നിങ്ങൾ പോവണ്ട. അള്ളാഹു അളവ് തന്നിട്ടില്ല. അള്ളാഹു കൃത്യനിഷ്ഠയോടുകൂടി നമസ്കരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അത് ഏത് രൂപത്തിലാണോ, റുക്കൂ ചെയ്യാൻ പറ്റുന്നല്ലോ സ്ഥല ബസ്സിൽ നിസ്കരിച്ചോ. അള്ളാഹ് പറഞ്ഞ് നിസ്കരിക്കാനാണ് കഴിയുന്നമായി. ഏത് കോലത്തിലാണെങ്കിലും നിസ്കരിക്കാനാ പറഞ്ഞത്. സഹോദരങ്ങളെ, ആ നിസ്കാരത്തിൽ സൂക്ഷ്മത പാലിക്കണം. അതുപോലെ നിസ്കാരം എന്നുള്ളത് ഫർദ് നിസ്കാരത്തിനെ സംബന്ധിച്ചുമ്പോൾ സുന്നത്ത് നമസ്കാരം നമ്മുടെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എന്താണ്? എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾ നിസ്കരിക്കുക. സുന്നത്ത് നമസ്കാരം ഫർദ് മാത്രം നിർവഹിച്ചാൽ പോരാ. ഫർദ് നമസ്കാരത്തിന്റെ മുമ്പും ശേഷമുള്ള റവാത്തിബ് സുന്നത്തുകളുണ്ട്. ആ സുന്നത്തുകൾ നമ്മുടെ ഫർദ് നമസ്കാരത്തിൽ വരുന്ന ന്യൂനതകൾ മറക്കാനുള്ളതാണ്, പരിഹരിക്കാനുള്ളതാണ്. മറ്റുള്ള സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്. ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാജത്തിന്റെ നമസ്കാരം നിർവഹിക്കും. ഒരു കാര്യം വേണോ വേണ്ടേ, ഒരു വിവാഹം കഴിക്കാൻ പോവുകയാണ്, ഒരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്, എന്തു ചെയ്യണം? ഇസ്തിഖാറത്തിന്റെ നമസ്കാരം നിസ്കരിക്കണം. ഖൈറിനെ തേടിയുള്ള നമസ്കാരം നിസ്കരിക്കണം. 2 റക്അത്ത് നമസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് കേണ് ചോദിക്കണം, പടച്ചവനെ, ഞാൻ ചെയ്യുന്ന ഈ ബിസിനസ്, ഞാൻ ചെയ്യാൻ പോകുന്ന ഈ ജോലി, ഞാൻ പോകുന്ന ഈ യാത്ര, ഇതൊക്കെ എനിക്ക് ഖൈറാണോ? ഖൈറാണെങ്കിൽ പടച്ചവനെ, ഇതിന്റെ ആഖിബത്ത് ഖൈറാണെങ്കിൽ ദുനിയാവിലേക്കും ആഖിറത്തിലേക്കും ഖൈറാണെങ്കിൽ അത് ചെയ്യാൻ എനിക്ക് തൗഫീഖ് നൽകണം. ഖൈറല്ല എങ്കിൽ പടച്ച റബ്ബേ, എന്നെ അതിൽ നിന്ന് നീ തട്ടിക്കളയണമേ, എന്നെ അതിൽ നിന്ന് മാറ്റിക്കളയണമേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ട് വേണം. ഭൗതികമായ എന്താവശ്യമാണെങ്കിൽ നിങ്ങൾ ഇസ്തിഖാറത്തിന്റെ സുന്നത്ത് നമസ്കരിച്ചിട്ട് വേണം ആ പണിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി. അതുപോലെ ആവശ്യങ്ങൾ പലതുമുണ്ട്. ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ഹാജത്തിന്റെ സുന്നത്ത് നമസ്കാരം, ശുക്ർ, നന്ദി, പ്രയാസം, ഒരു നല്ല ഒരു അനുഗ്രഹം വരികയാണ്. ബിസിനസ്സിൽ ലാഭം കിട്ടുകയാണ്, നല്ല ജോലി കിട്ടുകയാണ്, മക്കളുണ്ടാവുകയാണ്. ഉടനെ അള്ളാഹുവിന്റെ മുന്നിൽ വന്ന് ശുക്രിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം. ഇനി ഒരു പ്രതിസന്ധി വരികയാണ്, പ്രയാസം വരുന്നതാണ്, വല്ലാത്ത ടെൻഷൻ, വല്ലാത്ത പ്രയാസം, ശാരീരികമായ, സാമ്പത്തികമായ, കുടുംബപരമായ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണ്. വീഴണം സുജൂദിൽ, അള്ളാഹുവിന്റെ മുന്നിൽ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യണം. ഏത് പ്രയാസത്തിന്റെ ഘട്ടത്തിലും മനസ്സാന്നിധ്യത്തോടുകൂടി ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കടുമരത്തിൽ തൂക്കിക്കൊല്ലാൻ വേണ്ടി വിധിക്കപ്പെട്ട് കടുമരത്തിലിട്ട് ഇഞ്ചിഞ്ചായിട്ട് വധിക്കാൻ വേണ്ടി പോകുന്ന ആ സമയത്താണ് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു ശത്രുക്കൾ. ആ സമയത്ത് പറഞ്ഞു, 2 റക്അത്ത് നമസ്കരിക്കാൻ സമയം തരുമോ?
2 റക്അത്ത് നമസ്കരിക്കാൻ സമയം തരുമോ? അത് മാത്രം മതി. അവസാനത്തെ എൻ്റെ ആഗ്രഹം, അഭിലാഷം അതാണ്. 2 റക്അത്ത് നമസ്കരിച്ചിട്ടാണ് നിശ്ചയദാർഢ്യത്തോടെ മനസ്സാന്നിധ്യത്തോടെ പുഞ്ചിരി തൂക്കിക്കൊണ്ട് ഖുബൈബ് റളിയല്ലാഹു അൻഹു കടുമരത്തെ പ്രാപിക്കാൻ വേണ്ടി നടന്നു നീങ്ങുന്നത് എന്ന് ചരിത്രം സാക്ഷിയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് നമസ്കാരം അത് മുറുകെ പിടിക്കുക. 1ാമത്തെ ഗുണവും 7ാമത്തെ ഗുണവും നമസ്കാരമാണ് എങ്കിൽ അതിനിടയിൽ 2ാമതായിട്ട് പറഞ്ഞത് വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ എന്നാണ്. വിനോദങ്ങളിൽ നിന്നെല്ലാം അവർ മാറി നിൽക്കുന്നവരായിരിക്കും. കളി തമാശകൾ, വെറും അർത്ഥശൂന്യമായ ജീവിതം. ലഹ്വ് എന്ന് പറഞ്ഞാൽ അനാവശ്യമായ വാക്കുകളും പ്രവൃത്തികളുമാണ്. ആവശ്യമില്ല. ദുനിയാവിലേക്കും ആഖിറത്തിലേക്കും ഒന്നും ഒരു പ്രയോജനപ്പെടാത്ത കുറെ എന്റർടൈൻമെന്റ് എന്നുള്ള ഒറ്റ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള, അല്ലെങ്കിൽ അനാവശ്യമായ സമയം ഇങ്ങനെ ദൂർത്തടിച്ചു കളയുക. ജീവിതത്തിന്റെ ഗൗരവം, സീരിയസ്നെസ്, എനിക്ക് അല്ലാഹു തന്ന ആരോഗ്യം, എനിക്ക് റബ്ബ് തന്ന സമയം, എനിക്ക് തന്ന വിജ്ഞാനം, എനിക്ക് തന്ന ബുദ്ധിപരമായ കഴിവ്, എൻ്റെ ശാരീരികമായ ശേഷിയും ശേമുഷിയും എല്ലാം ഇത് എൻ്റെ റബ്ബിന് കൊടുക്കാനുള്ളതാണ്. ഇത് ദുർവ്യയം ചെയ്യാൻ പാടില്ല. സമ്പത്ത് ദുർവ്യയം ചെയ്യുന്നത് പോലെ തന്നെയാണ് സമയം ദുർവ്യയം ചെയ്യുന്നത്. സമ്പത്ത് ദുർവ്യയം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ ബുദ്ധി, നമ്മുടെ കഴിവ്, നമ്മുടെ അറിവ് എല്ലാം ദുർവ്യയം ചെയ്യുക എന്നുള്ളത്. അത് ചെയ്യാൻ പാടില്ല. അതിന് പകരം ദുനിയാവിലേക്കോ ആഖിറത്തിലേക്കോ പ്രയോജനപ്പെടുന്നതാണ് എന്നുറപ്പിച്ചുകൊണ്ട് ഒന്നുകിൽ 2ഇടത്തേക്കും അല്ലെങ്കിൽ 2-1 പ്രയോജനമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അത് ചെയ്യുക. അതില്ലാത്തതെല്ലാം ലഗ്വാണ്. ആ ലഗ്വിൽ നിന്ന് മുസ്ലിമീങ്ങൾ മാറി നിൽക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ കുട്ടികളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ടില്ല. ജീവിതം അടിച്ചു പൊളിക്കാനുള്ളത് എന്നാണ്. ഷേക്സ്പിയറുടെ കഥാപാത്രമായ മാക്ബത്ത് പറഞ്ഞതുപോലെ, ലൈഫ് ഇസ് എ ടൈൽ ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ് ഫുൾ ഓഫ് സൗണ്ട് ആൻഡ് ഫ്യൂറി സിഗ്നിഫൈങ് നത്തിങ്. ജീവിതം എന്ന് പറഞ്ഞാൽ അർത്ഥരഹിതമായ, അർത്ഥശൂന്യമായ, കടമ്പില്ലാത്ത, മീനിങ്ലെസ് ആയിട്ടുള്ള ജീവിതമാണ്. അത് ശബ്ദമുഖരിതം, സംഗീതത്തിന്റെ അടിപൊളിയുടെ ശബ്ദമുഖരിതമായ ഭയാനകമായ ജീവിതത്തെയാണ് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത് എങ്കിൽ, പ്രിയമുള്ളവരെ, ഇസ്ലാം വിഭാവന ചെയ്യുന്ന ജീവിതം എന്ന് പറയുന്നത് അത് സൂക്ഷ്മതയുള്ളതും ഗൗരവമുള്ളതുമാണ്. ആ ജീവിതത്തെ നമ്മൾ കാണണം. അതുകൊണ്ട് വിനോദങ്ങൾ അത്ര നല്ലതല്ല. ഏത് വിനോദങ്ങൾ? ദുനിയാവിലേക്കോ ആഖിറത്തിലേക്കോ ഉപകാരപ്പെടാത്ത കളി തമാശകൾ നല്ലതാണ്. പക്ഷേ ദുനിയാവിലേക്കോ ആഖിറത്തിലേക്കോ പ്രയോജനപ്പെടാത്ത നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറുൻ മിനൻ നാസ് അസ്ഹഹു വൽ ഫറാഹ്. 2 നിഅമത്തുകളിൽ അധിക ആളുകളും വഞ്ചിതരാണ്. ഒന്ന് അസ്ഹ, ആരോഗ്യമാണ്. വൽ ഫറാഹ്, ഒഴിവ് സമയമാണ്. അല്ല, ആരോഗ്യമുള്ള സമയത്ത് നമ്മളെ പടച്ചോന്റെ മുന്നിൽ വരൂല. ഒന്ന് തളർന്നതിന് ശേഷമാണ് പടച്ചോനെ കുറിച്ച് ഓർമ്മ ഉണ്ടാവുക. വൽ ഫറാഹ്, ഒഴിവ് സമയങ്ങളാണ്. ആ സമയം മനുഷ്യർ വെറുതെ തെറ്റിലായിട്ട് വിനിയോഗിക്കുകയാണ്. പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളെ, വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. മനുഷ്യന് ദുനിയാവിൽ ഉപകാരപ്പെടുന്ന ലഹ്വുകളുണ്ട്, അതല്ലെങ്കിൽ ചില കളികളൊക്കെ ഉണ്ട്. അത് വേണം താൻ. ഉദാഹരണത്തിന്, നമ്മളെ കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നുവെങ്കിൽ അതിനെ നിങ്ങൾ അർത്ഥമുള്ളതാക്കി മാറ്റണം, അർത്ഥശൂന്യമാക്കി മാറ്റരുത്. നിങ്ങൾ വോളിബോൾ കളിക്കുന്നുവെങ്കിൽ, നിങ്ങൾ മാർഷൽ ആർട്സ് കളിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ജിമ്മിൽ പോകുന്നുവെങ്കിൽ, നിങ്ങൾ മറ്റുള്ള കായികമായ അഭ്യാസങ്ങൾ ചെയ്യുന്നുവെങ്കിൽ അതിനെ അർത്ഥമുള്ളതാക്കണം, അർത്ഥശൂന്യമാക്കരുത്. അതെങ്ങനെയാ? ഒന്ന്, അതിൻ്റെ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടിയാണ് എന്നുള്ള നിയ്യത്തുണ്ടാകണം. മറ്റൊന്ന്, നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കണം. കളി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ ബിസ്മില്ല പറഞ്ഞുകൊണ്ട് ചെല്ലണം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അളീം. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് തുടക്കം, ബിസ്മി ചൊല്ലിക്കൊണ്ട് തുടക്കം. കളിന്റെ ഇടയിൽ ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പറയണം. അവിടെ അള്ളാഹുവിനെ ഓർക്കണം. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തണം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. അള്ളാഹുവിന്റെ നിന്റെ പേരിലാണ് ഞാൻ ഇറങ്ങുന്നത്, എൻ്റെ ആരോഗ്യം സമ്പുഷ്ടമാക്കാൻ, എൻ്റെ മനസ്സിന് ഉല്ലാസം ലഭിക്കാൻ. അതുകൊണ്ട് ഈ കളി ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഒരു ഉപദ്രവവും ഒരു പരിക്കും നീ ഏൽപ്പിക്കല്ലേ. അള്ളാഹുവിനെ ഓർക്കണം. കളി ഗ്രൗണ്ടിൽ നിന്ന് കയറുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയണം. നിങ്ങൾ നന്നായിട്ട് വ്യായാമം ചെയ്യണം. വ്യായാമം എന്നുള്ളത് പരിശുദ്ധ ഇസ്ലാമിന്റെയും പ്രവാചകന്റെയും വഴിയാണ്. അതൊന്നും ലഹ്വിൽപ്പെട്ടതല്ല. കാരണം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവദനീയമായ വ്യായാമങ്ങളിൽ ഉല്ലാസങ്ങളിലും ഏർപ്പെട്ടിരുന്നു എന്നുള്ളത് ഹദീസാണ്. നമുക്കറിയാം, സ്പോർട്സ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. അത് ലഹ്വിൽപ്പെട്ടതല്ല. ചിലർ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, അത് ലഹ്വിൽപ്പെട്ടതല്ല.
കാരണം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയുമായിട്ട് 2 പ്രാവശ്യമാണ് ഓട്ട മത്സരം നടത്തിയത്, സ്പോർട്സ് നടത്തി. ആ ഓട്ട മത്സരത്തിൽ ഒന്നിൽ ആദ്യം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അതിൽ വിജയിച്ചു. രണ്ടാമത്തെ പിന്നീട് കുറച്ചു കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഓട്ട മത്സരം നടത്തി. ഇതൊക്കെ ഒരു യാത്രയിലാണ്. അതിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വിജയിച്ചപ്പോൾ നബി പറഞ്ഞു, ഇത് ഒന്നാമത്തതിന് പകരമാണ്, ആദ്യം നീ എന്നെ തോൽപ്പിച്ചു, ഇപ്പോൾ ഞാൻ നിന്നെ തോൽപ്പിച്ചു, ഞാൻ വിജയിച്ചിരിക്കുന്നു എന്ന്. ആയിഷ ബീവി പറയാണ്, ആദ്യത്തെ ഓട്ടത്തിൽ ഞാൻ മെലിഞ്ഞിട്ടായിരുന്നു, രണ്ടാമത്തെ ഓട്ടത്തിൽ ഞാൻ തടിച്ചുപോയി, കുറച്ച് ലഹ്മ്, എനിക്ക് മാംസം വന്ന് കൊഴുത്തുപോയി, അതുകൊണ്ട് എനിക്ക് വേണ്ടത്ര സ്പീഡിൽ ഓടാൻ കഴിഞ്ഞില്ല. അതിലൂടെ മറ്റൊരു സന്ദേശം കൂടിയാണ് നൽകുന്നത്, തടി അത്ര സുഖകരമല്ല, ആരോഗ്യകരമല്ല. അതുകൊണ്ട് പൊണ്ണത്തടിയും അതുപോലെ തന്നെ കുടവയറും ശ്രദ്ധിക്കണം മുഅ്മിനീങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറയുന്നു, എന്റെ സമുദായത്തിൽ ഞാൻ ഭയപ്പെടുന്നത് കുടവയറാണ്. മഹാനായ റസൂൽ കരീം മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നടന്നു പോകുന്ന സമയത്ത് ഒരാളെ കണ്ടു, ഒരു വലിയൊരു മനുഷ്യൻ ഇങ്ങനെ വരികയാണ്, നടന്നിട്ട് വലിയ കുടവയറുള്ള. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇത് എന്താ മനുഷ്യാന്ന് ചോദിച്ചു. അദ്ദേഹത്തിന്റെ കുടവയർ ചൂണ്ടിയിട്ട് അപ്പം പറഞ്ഞു, ഹദാ മിൻ ബറക്കത്തില്ലാ, ഇത് അല്ലാഹുവിന്റെ ബറക്കത്താണ് എന്ന്. അജാതി സാപ്പാടാണ്. അപ്പൊ റിസ്ക് ഇങ്ങനെ കിട്ടിയിട്ടാണല്ലോ, ഇത് ഹദാ മിൻ ബറക്കത്തില്ല. ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹദാ മിൻ അദാബില്ലാ, ഇത് അല്ലാഹുവിന്റെ അദാബാണ്. കാരണം വയറ്റിൽ നിന്നാണ്, ആമാശയത്തിൽ നിന്നാണ് സകലമാന രോഗങ്ങളും ഉണ്ടാകുന്നത്. അധ്വാനിക്കുന്നതിലേറെ ആവശ്യത്തിലേറെ ഭക്ഷണം കൊടുപ്പ് ചെല്ലുമ്പോൾ അത് അടിഞ്ഞുകൂടിയിട്ടാണ് പൊണ്ണത്തടിയും കുടവയറും ഉണ്ടാകുന്നത്. അത്യാവശ്യമാണ്. തീറ്റ കുറക്കാൻ പറഞ്ഞാൽ നമ്മളാരും കേൾക്കൂല, അത് കുറച്ച് പ്രയാസമാണ്. പക്ഷെ വ്യായാമം കൂട്ടുക, ഓടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കായികമായ അധ്വാനങ്ങളെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. മസ്ജിദുൻ നബവിയിൽ അമ്പെയ്ത്ത് നടത്തുന്നവരോട് കൂടെ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോട് കവിള് ചേർത്തുകൊണ്ടാണ് ആയിഷ ബീവി പറയാണ്, എന്റെ കവിളിനോട് പ്രവാചകർ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ വല്ലാത്തൊരു കുടുംബ ബന്ധത്തിന്റെ, സ്നേഹബന്ധത്തിന്റെ, ഒരു അനുരാഗത്തിന്റെ അടയാളം കൂടി ഉണ്ട് കേട്ടോ ആ പറയുന്നതിൽ. മസ്ജിദുൻ നബവിയിൽ നടക്കുന്ന ആ കായിക മത്സരം, എന്റെ നബി എന്റെ കവിളിനോട് കവിള് ചേർത്തുകൊണ്ട്, ആയിഷ നിനക്ക് കാണണ്ടേ, ആസ്വദിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കായികമായ അഭ്യാസങ്ങൾ ആസ്വദിക്കണം. ആസ്വാദനം ലഹവിൽപ്പെട്ടതല്ല, പ്രോത്സാഹിപ്പിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 2 കൂട്ടർ, എത്യോപ്യയിൽ നിന്ന് വന്നൊരു കൂട്ടർ തമ്മിൽ മത്സരം നടക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ നടന്നു പോവുകയാണ്. ഇസ്മായിൽ സന്തതികളെ, നിങ്ങൾ നന്നായിട്ട് അമ്പെയ്യൂ, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറയാണ്. നബി പക്ഷം ചേർന്നപ്പോൾ മറ്റേ വിഭാഗം പിന്തിരിയാണ്, നബി അവരെ കൂടെ ആണെങ്കിൽ ഞങ്ങൾ ഈ കളിക്കില്ല കേട്ടോ എന്ന് പറഞ്ഞു. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ 2 പേരുടെയും കൂടെയാണ്, കളിച്ചോളൂ, നന്നായിട്ട് കളിച്ചോളൂ എന്ന്. ശാരീരികമായ കായികമായ ആയോധന കലയ്ക്ക് ആവശ്യമായിട്ടുള്ള അഭ്യാസങ്ങൾ പ്രോത്സാഹനജനകമാണ്. നിങ്ങൾ നീന്തൽ പഠിക്കുക, നിങ്ങളുടെ മക്കളെ നീന്തൽ പഠിപ്പിക്കുക എന്ന് മുത്തു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോൾ വ്യായാമത്തിന്റെ കാര്യത്തിലും കായികാഭ്യാസത്തിന്റെ കാര്യത്തിലും മുസ്ലിമീങ്ങൾ വളരെ പിന്നിലാണ്. എവിടെങ്കിലും ഇത് തുടങ്ങിക്കഴിഞ്ഞാലോ അത് വലിയ തീവ്രവാദമാണ്. മാക്സ് 7 വല്ലാത്തൊരു വിവാദമായല്ലേ. നിരുപദ്രവകരമായ ഒരു ആൾക്കൂട്ടത്തിന്റെ വ്യായാമം, ജാതിമത സംഘടനാ വ്യത്യാസമില്ലാതെ മനുഷ്യന്മാർ ഒരുമിച്ച് കൂടിക്കൊണ്ട് ശാരീരികമായ ക്ഷമതയ്ക്ക് വേണ്ടിയും മാനസികമായ ഉല്ലാസത്തിന് വേണ്ടിയും വടക്കൻ മേഖലകളിൽ, മലബാർ മേഖലയിൽ പലയിടത്തും വ്യാപകമായിട്ട് നടന്നിരുന്നത് 2 സംഘടനകളോട് കൂട്ടിക്കെട്ടിച്ചുകൊണ്ട് പറയാണിപ്പം അത് വല്ലാത്തൊരു ഭീകരവാദമാണ്. NIA വന്നിട്ട് അന്വേഷിക്കുകയാണ്. നോർത്ത് ഇന്ത്യയിൽ കൊണ്ടുപിടിച്ച വിവാദങ്ങൾ നടക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്യാത്ത കാര്യം ഇപ്പോൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ വിവാദമായതാണ്. ആദ്യം തന്നെ തുടർന്ന് വരികയാണെങ്കിൽ അതൊന്നും വിവാദമാകൂല. കാരണം ഇവിടെ സിഖുകാരെയൊക്കെ വാള് വെക്കാനുള്ള അനുമതി ഉണ്ട്. അത് അവരുടെ മതത്തിന്റെ ഭാഗമായിട്ട് പാരമ്പര്യമായിട്ട് അവർ തുടർന്ന് വരുന്നതുകൊണ്ട് ഇപ്പം വാള് വെച്ചുകൊണ്ട് ഒരു സിഖുകാരനും പോയി കഴിഞ്ഞാൽ ആരും കുറ്റപ്പെടുത്തില്ല. കായികാഭ്യാസം മുസ്ലിമീങ്ങളുടെ ഭാഗമായിരുന്നു. പഴയ കാലത്തൊക്കെ കളരികൾ, പള്ളികൾ കേന്ദ്രീകരിച്ചൊക്കെ കളരിയൊക്കെ ഉണ്ടായിരുന്നു. നല്ല വ്യായാമം ഉണ്ടായിരുന്നു, രോഗങ്ങൾ കുറവായിരുന്നു. ഇന്നത് അസ്തമിച്ചു പോയി. അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് തുടങ്ങുന്ന എന്തോ ഒരു ഭീകര പ്രവർത്തനം എന്ന നിലക്ക് മറ്റുള്ളവർ നോക്കിക്കാണുകയാണ്. ഏതായാലും അടിച്ചത് പോസ്റ്റിലേക്ക് പോയിട്ടില്ല, നേരെ ബൂമറാങ് പോലെ എതിർ ദിശയിലേക്കാണ് അടിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, പലരും വിവാദങ്ങളൊക്കെ പേടിച്ച് നമ്മൾ പിന്തിരിയേണ്ടതൊന്നുമില്ല. കൂടുതൽ ആവേശത്തോടു കൂടി അത്തരം വ്യായാമങ്ങൾ വ്യാപകമായി ഓരോ നാട്ടിലും ഓരോ മഹല്ലിലും. നമ്മുടെ ആരോഗ്യം എന്നുള്ളത് പ്രധാനമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ ളഈഫ്. ശക്തിയുള്ള, ശാരീരിക ക്ഷമതയുള്ള, വിശ്വാസമായ കരുത്തുള്ള മുഅ്മിൻ ദുർബലനായ മുഅ്മിനേക്കാളും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമാണ് എന്നാണ്. അവന്റെ ഇബാദത്തിൽ അവന് കൂടുതൽ താല്പര്യമുണ്ടാകും. അതുപോലെ തന്നെ അവൻ ഇസ്ലാമികമായ സാമൂഹികമായ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിയും ഈ അർത്ഥത്തിലൊക്കെ. അതുകൊണ്ട് അതിൽ അർബിൽപ്പെടൂല. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പിന്നീട് പറഞ്ഞത്, വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ. അവർ സകാത്ത് നൽകുന്നവരാണ്, സാമ്പത്തികമായ ശുദ്ധി വരുത്തുന്നവരാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ
ധനം ചെലവഴിക്കുന്നവരാണ്. ഞാൻ അധ്വാനിക്കുന്ന കട്ടപ്പെട്ടുണ്ടാക്കുന്ന സമ്പത്തിന്റെ ഓരോഹരി എന്റേതല്ല, പാവപ്പെട്ടവന് അർഹപ്പെട്ടതാണ് എന്നുള്ള വിശ്വാസം അതവരെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നു, അവരുടെ സമ്പത്തിനെയും ശുദ്ധീകരിക്കുന്നു. നാലാമതായിട്ട് പറഞ്ഞത് വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിദൂൻ, അവർ ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കുന്നവരായിരിക്കും എന്നുള്ളതാണ്, വിശദീകരിക്കുന്നില്ല. പിന്നൊന്ന് പറഞ്ഞത് വല്ലദീന ഹും ലിഅമാനാതിഹിം വഅഹദിഹിം റാഊൻ, അവർ കരാറ് പാലിക്കുന്നവരും വാക്കുകൾ പാലിക്കുന്നവരുമായിരിക്കും. സത്യസന്ധതയും വിശ്വസ്തതയും സാമ്പത്തിക ഇടപാടിലാവട്ടെ ഏത് വിഷയത്തിലാണെങ്കിലും ശരി അതിൽ കൂടുതൽ ശുദ്ധി പുലർത്തുന്നവരായിരിക്കും. അതുപോലെ ലൈംഗികമായ വിശുദ്ധി എന്നുള്ളത് സ്വതന്ത്രമായ ലൈംഗികതയുടെ കുത്തഴിഞ്ഞ ഈ കാലഘട്ടത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ. അതിലൂടെ കുടുംബ ബന്ധമാണ് തകരാൻ പോകുന്നത്, സമൂഹത്തിന്റെ ഘടനയാണ് തകരാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കുടുംബ ബന്ധത്തിനെ സംബന്ധിച്ച് പറഞ്ഞു, വളരെ പ്രധാനമാണ് ഒരു കുടുംബത്തിലെ ലൈംഗിക വിശുദ്ധി എന്നുള്ളത്. ഞാനതിനെ ദീർഘിപ്പിച്ച് പറയുന്നില്ല. കുടുംബവും ബന്ധവുമായിട്ട് നടക്കുന്ന ക്ലാസുകളിലും ക്യാമ്പയിനുകളിലുമെല്ലാം നിങ്ങൾ അത്തരം കാര്യങ്ങൾ വിശദമായി പഠിക്കുക. അതുപോലെ തന്നെ അവസാനമായി ഞാൻ നേരത്തെ പറഞ്ഞു, നമസ്കാരത്തിൽ കൃത്യനിഷ്ഠ പാലിക്കുന്നവരാണ്, ഈ 7 ഗുണങ്ങൾ ഉള്ളവരാണ് വിജയികളായ സത്യവിശ്വാസികൾ. അള്ളാഹു നമ്മെ അത്തരം സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وأن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أيها الناس أوصيكم عباد الله പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എൻ്റെ സ്വന്തത്തോടും എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോടും അഭ്യർത്ഥിക്കുകയാണ്. ഈ 7 ഗുണങ്ങളുള്ള ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് തീർച്ചയായും ഇത്തരം ആളുകൾ, ഈ ഗുണങ്ങളുള്ളവർ, അവർക്ക് പകരമായിട്ട് അള്ളാഹു നൽകുന്നത് ഫിർദൗസാണ്. ഫിർദൗസ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥലമാണ്. ആ സ്വർഗത്തിലുള്ള അവർണ്ണനീയമായ സുഖലോലുപതകളെ സംബന്ധിച്ചും അവിടെയുള്ള അവാച്യമായ മനോഹാരിതയെ സംബന്ധിച്ചും എല്ലാം പരിശുദ്ധ ഖുർആൻ വിവരിച്ചു തന്നിട്ടുണ്ടെന്ന് ഞാൻ കടക്കുന്നില്ല. ആ പരിശുദ്ധമായിട്ടുള്ള സ്വർഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 7 ഗുണങ്ങളുള്ളവർക്ക് പകരമായിട്ട് നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം സ്വർഗീയമായ ഫിർദൗസ് ലഭിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, വാണിയക്കോട് സോപ്പുകട ബീരാൻ എന്നവരുടെ ഭാര്യ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗം ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. عباد الله أقم الصلاة.